ഇങ്ങനെ ഇദ്ദേഹം ഇവിടെ കിടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ ഞാൻ കൂട്ടിലാക്കാറില്ല. ഇപ്പം രാത്രിയായാൽ ഇവനെ മേലെയാണ്, മേലെ ബാൽക്കണിയിൽ. നടക്ക് പോവേ, അച്ഛന് ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ് പറയാന്നേ മോനെ. നടക്കുമ്പോ സമയമായി. ഇയാളിന്ന് അടിപൊളിയായിട്ട് കുളിച്ച് സുന്ദരനായ ലോവേ. കുളിക്കാൻ ഇച്ചിരി മടിയ, പോക്കെല്ലാം കണ്ടാൽ ഇവിടെ ഒരാളിരിപ്പുണ്ട്. ആരടാ ഇത്? ഇതാരടാ? ആ കൊടു പൊട് മുട്ട ഒക്കെയാണ് കളിപ്പാട്ട് പോന്നുണ്ടോ? കുരുത്തം കെട്ടവനാ, അത് നശിപ്പിക്കാനൊന്നും പാടില്ല. അയ്യോ, അത് പാവടാ, കാണുമ്പോ സങ്കടാന്ന്. വേണ്ട മോനെ. ആ ശരി ശരി, ഞാൻ തന്നെ തുറന്നുതരാം. വരൂ വരൂ. അപ്പം വലിച്ചോണ്ട് പോകുന്നുണ്ട്. ആ കൊണ്ട നശിപ്പിക്കണ്ട. കയറിക്ക, അവിടെ കയറിക്ക. അതുകൊണ്ട് കയറുന്നുണ്ടോളെ. ആ കയറിക്കോ കയറിക്കോ. ആ കയറിയിരിക്കോ. ഇരുന്ന് വിളിച്ചാ കയറിക്കോ. നീ തന്നെ കയറാറുണ്ടല്ലോ. ആ ആ കയറി. ആ അവിടെ ഇരുന്നോ. ഇവിടെ വെച്ചിട്ടുണ്ട്. അതാക്കട്ടെ. അതിന് ഇവിടെ ഇരിക്കേ. രാത്രിയായത് ഇപ്പം ഇവിടെയാണ് കിടപ്പ്. ഇവിടെ ഒരു കോട്ടുണ്ട്. അവിടെ കിടക്ക് മോനെ. അമ്മ വാ, ഇവിടെ കിടക്കേ. അമ്മേൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാ. ഇവിടെ കിടക്ക് കിടക്കാനാ പറഞ്ഞേ. കിടക്ക് വാവേ. തെക്കൊടു. ആ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവനിന്ന് ഞാൻ പിന്നെ ഇവനിന്ന് കുളിപ്പിച്ചായിരുന്നു. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് കുളിപ്പിച്ച് നല്ലോണം ഇത് രോമമൊക്കെ നല്ല ഡ്രൈ ആക്കി എല്ലാം ചെയ്താൽ. പക്ഷേ കക്ഷിക്ക് ഇത്ര ഇച്ചിരി ഒരു കോൾഡായിട്ടുണ്ട്. അത് ഞാൻ നമ്മുടെ ആക്സില്ലേ, അതവനറിയാൻ കണ്ട അപ്പോഴും കിടന്ന് കണ്ട കള്ള. അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറച്ച് കൈമേലാക്കിയിട്ട് ഇച്ചിരി എടുത്ത് അത് കയ്യിലോട്ട് ആക്കും. അങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ സ്മെല്ല് ചെയ്യും. കാണിക്കുമോനെ, എനിക്ക് കോൾഡായിട്ടില്ലേ, ദൂരെ പിടിച്ചു കൊടുത്താൽ മതി. നമ്മൾ കണി നല്ല മോനല്ലേ, അതിനകത്ത് ദൂരെ ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ കടന്നിട്ട് ഇനി രാവിലേക്ക് അങ്ങ് പോയിക്കോളും. അത്രയേ വേണ്ട. അത് നല്ലതാ. ദൂരെ പിടിക്കണം. എൻ്റെ മൂക്കിൻ്റെ അരികിലോട്ട് കുഞ്ഞു നാളിലെ ഞാൻ കുളിപ്പിച്ച് അവനിങ്ങനെ ഒരു സൗണ്ട് വരും. ഇങ്ങനെ നമുക്കൊക്കെ ജലദോഷം പിടിച്ച കോൾഡായാലുണ്ടാവില്ല, അതുപോലെ ജലദോഷം പിടിച്ച മാതിരി വരും. അപ്പം ഞാനതങ്ങ് ദൂരെ വെച്ച് കൊടുത്താൽ അവന് രാവിലെ ആകുമ്പോഴേക്കും ഓക്കെ ആവും. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈ ചെറുക്കൻ എന്താണെന്ന് വെച്ചാൽ കുളിക്കാൻ ഭയങ്കര മടിയാണ്. നല്ലോണം തേച്ച് കുളിച്ച് അവൻ അവിടുന്ന് കളിക്കാന്നല്ലാണ്ട് ഞാൻ വിടുകയൊന്നുമില്ല. നല്ലോണം പിടിച്ച് തേച്ച് കുളിപ്പിക്കും. ഞാൻ വിടൂല. നല്ലോണം. മൈസൂരിൽ നിന്നാണെങ്കിൽ ഇവന് നല്ല ചൂടുവെള്ളമൊക്കെ വേണം. അവിടെ നല്ല കോൾഡ് ക്ലൈമറ്റ് അല്ലേ. ഇവിടെ അതല്ലല്ലോ. ഇവിടെ എത്ര വലിയ മഴ പെയ്താലും ഇച്ചിരി കഴിയുമ്പോഴേക്കും നമുക്ക് ചൂടെടുക്കും. അതുകൊണ്ട് ഇവൻ അതിൻ്റെ ഒരു പ്രശ്നമില്ല. ചൂടുവെള്ളം വേണമെന്നില്ല. പക്ഷെ മടിയനാ കുളിക്കാൻ, ഭയങ്കര മടിയാണ് അല്ലേടാ. ആ കുളിക്കാൻ മടിയല്ലേ കുഞ്ഞിനെ. ഇനിയിപ്പോൾ ഇവിടെ കിടന്നോളും. പിന്നെ രാത്രിയായാൽ പിന്നെ എന്തെങ്കിലും റോട്ടിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇവൻ ഇവിടുന്ന് ബഹളം ഉണ്ടാക്കും അല്ലടാ. അതാണ് ഇവൻ്റെ ഹോബി. കൂട്ടിലിടാറില്ല. കൂട്ടിൽ രാത്രി ഇട്ടാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. അവനെന്തോ തനിച്ച് ഉള്ളതുപോലെ തോന്നും. ഇതാകുമ്പോൾ ഇവിടെ സുഖമായിട്ട് കണ്ട നല്ല സ്പേസ്, നല്ല കോട്ടുണ്ട്. ഒന്ന് കിടക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ നമ്മൾ അവന് അത്ര ബോറടിക്കുകയില്ലേ കൂട്ടിൽ കിടക്കും പോലെ. ഇങ്ങനെ താഴെയൊക്കെ നല്ല ഇതുണ്ട് കാഴ്ചകൾ. അങ്ങനെ ഇരുന്ന് ശരി, ഗുഡ് നൈറ്റ് പറ. ഇനി എല്ലാവരോടും ഗുഡ് നൈറ്റ് പറ. ഉറങ്ങണ്ടേ? കണ്ടാ
ഈ കൈ തൊടുമ്പോഴേക്കും അവന് ദേഷ്യം വരും കണ്ടോളെ. അതെന്താടാ അമ്മ കൈയൊക്കെ ഒന്ന് നോക്കട്ടെ കുഞ്ഞിൻ്റെ. സമ്മതിക്കത്തില്ല. കാണിക്കേ അമ്മ നോക്കട്ടെ മെല്ലെ. അയ്യോ അമ്മ എന്തിനാടാ എന്താ നോക്കട്ടെ അമ്മ. ഇവനെങ്ങനെയാണെന്നാ ഇങ്ങനെ കൈ ഇവിടെ തൊടുമ്പോൾ അവന് കണ്ട ഇങ്ങനെ ഒരു ഇതേ കണ്ടോളാം. അവനിത് ഇഷ്ടമല്ല, പേടിയാണ്. കണ്ടാ വലിക്കുന്നുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ മൈസൂർ ഭയങ്കര കോൾഡല്ലേ. ഏകദേശം ഊട്ടീൻ്റെ അത്ര ഇല്ലെങ്കിലും നല്ല തണുപ്പായിരിക്കും അവിടെ. അപ്പോൾ ഇവന് മേലെ ഞങ്ങൾ ടെറസിൻ്റെ മേലെ ഒരു റൂമും പിന്നെ ടെറസുമാണേ. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ അധികം ഇവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ റൂം കിടക്കാതെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ടിരിക്കും. അപ്പോൾ താഴെ കൂടെ പോകുന്നവരെയൊക്കെ ഇവന് കാണാം. അങ്ങനെയൊക്കെയാണ് ഇവൻ്റെ അവിടുത്തെ സ്വഭാവം. അപ്പം ഞാൻ നോക്കാറേ ഇല്ല. ഒരു ദിവസം ഞാനും മോളും കൂടെ ചുമ്മാ ഇവൻ്റെ കാലിൻ്റെ ഈ ഇടയിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒക്കെ നമ്മുടെ ഒരു ജീവിയില്ലേ, ആ രക്തം കുടിക്കുന്ന ഉണ്ണിയായിട്ടുള്ള അത് ഞങ്ങൾ പറിച്ചെടുത്തപ്പോൾ അവന് പെയിനായി. അതിപ്പോഴും പേടിയാണ് അവന്. പിന്നെ ഒരു ദിവസം ഇവന് സ്റ്റെയർ കേസ് സ്പീഡിൽ ഇറങ്ങിയപ്പോൾ ഇവന് കാലി പിന്നെ മസിൽ കയറുമോ എന്തോ ചെയ്തിട്ട്, അത്ര കുഞ്ഞന്നെ. അപ്പം മസിൽ കയറി അവൻ്റെ കാല് അവന് ഭയങ്കര പെയിനായി. കുറേ ദിവസം കാലും കൊണ്ട് ഞങ്ങൾ കളിച്ച് തടവിയിട്ടും ഒഴിഞ്ഞിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ. അതിനുശേഷം ഇവർ കാല് തൊടുന്നത് ഈ 2 കാരണങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും ഞാൻ ഞെട്ടു അല്ലേ മാവേ. പിന്നെ രാവിലെ വരും ഇദ്ദേഹം ഇവിടുന്ന്. എന്താ സംഭവിച്ചാൽ ഇപ്പോൾ ഇവിടെ കിടന്നില്ല. ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എണീക്കൊരു 7 o'clock ഒക്കെ ആവും. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ വിളക്കൊക്കെ വെച്ച് പിന്നെ എന്നിട്ട് ഇവനെ തുറന്നു വിടും. ഇവനെ തുറന്നു വിട്ടാൽ ഇവൻ നേരെ എവിടെയും പോവില്ല. ഞാൻ എവിടെ കിടന്നിന് അവിടെ വന്നിട്ട് ഇവൻ കാവിലിരിക്കും. എന്തിനാണെന്നാ ഇവന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണം. അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് കോഫി ഇതിനൊക്കെ ഞാൻ വേണ്ടേ. അപ്പം ഞാൻ എഴുന്നേക്കണമെങ്കിൽ ഇവൻ എന്നെ ബെഡിൽ വന്നിട്ട് ശല്യം ചെയ്യും. എഴുന്നേക്കെന്ന് പറയും. ഇവന് പറയാനറിയാം, ഇങ്ങനെ തുറക്കുന്നില്ല എന്നുള്ള, ബാക്കിയെല്ലാം അവൻ ചെയ്യും. അത് നമ്മൾ എഴുന്നേൽപ്പിക്കും, ഇങ്ങനെ ചുരണ്ടി എഴുന്നേക്കാൻ പറയും. ഇതൊക്കെ ഇവൻ അസലായിട്ടറിയാം. ഈ കിടക്കുന്ന പുള്ളിയൊന്നുമല്ല, ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ 10 ടോബൂട്ടനുണ്ടല്ലോ അമ്മ. ഉണ്ടോ അല്ലേ? ഇനിയിപ്പോൾ രാവിലെ വരണം അങ്ങോട്ട് കേട്ടോ. അച്ഛനും മോനും, അച്ഛൻ തുറക്കാനും ഇവൻ വരാനും. ഇനി പറയും കേട്ടാ. ഒരുമാതിരി സൗണ്ട് ഉണ്ടായിരുന്നു, കോൾഡായി എന്തോ ഒരു കുറു നമ്മുടെ ചെറിയ മക്കളെ സൗണ്ട് ഉണ്ടാവില്ലേ, ഇതുപോലെ കോൾഡായിട്ട് അതൊക്കെ പോയി. അത് ഞാൻ തുടച്ച് നല്ലോണം വെയിലൊക്കെ കൊള്ളിച്ച് ഡ്രൈ ആക്കി എന്നിട്ടൊക്കെ ഇതാക്കിയതാണ്. എന്നിട്ടും അവന് ചെറുങ്ങനെ കോൾഡായി. ശരി അമ്മ, ഗുഡ് നൈറ്റ്.